Welcome to Garam Masala, the magic spices of cooking. കോക്കനട്ട് ലഡു. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് കോക്കനട്ട് ലഡു എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ചൂടായ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റെഗുലർ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ തേങ്ങ വിട്ടു വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുത്താൽ മതി. നമ്മുടെ പാൽ വറ്റി വരുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. വേറെ ഒരു പാനിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് മിക്സും ഡ്രൈ ആയി വരുന്നുണ്ട്. പഞ്ചസാര ചേർത്തപ്പോൾ ചെറുതായൊന്ന് ലൂസായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിക്കാക്കി എടുക്കണം. ബാക്കി വന്നിട്ടുള്ള നെയ്യ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കോക്കനട്ട് ലഡുവിന് നല്ല നെയ്യിൻ്റെ ഫ്ലേവർ വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ മിക്സ്ചർ ചെറുതായൊന്ന് ഒട്ടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിച്ച് ലഡു തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. കയ്യിൽ ഒരൽപ്പം നെയ്യ് തടവിയതിന് ശേഷം വേണം നമുക്ക് കോക്കനട്ട് ലഡു ഉരുട്ടിയെടുക്കാൻ. നമുക്കൊരൽപ്പം മിക്സ് എടുക്കാം. ഇതിനെ നന്നായൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലഡുവും തയ്യാറാക്കിയെടുക്കണം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈ കോക്കനട്ട് മിക്സ്ചർ ചെറു ചൂടുണ്ടായിരിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ കോക്കനട്ട് ലഡുവും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കോക്കനട്ട് ലഡു തയ്യാറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഉപയോഗിച്ച് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.